വലിയ സാഹസമായിരുന്ന കാലത്താണ്. പട്ടിണി കൊണ്ട് ബാല്യത്തോട് പടവെട്ടിയ കാലം, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായിരുന്ന കാലം, തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ വക്താവായിരുന്ന കാലം, പോലീസിനെ ഭയപ്പെട്ട് അടങ്ങിപ്പോകേണ്ടതല്ല വിപ്ലവം എന്ന് വിളിച്ചു പറഞ്ഞ കാലം, സംഘടിക്കുക, അതിലൂടെ ശക്തരാവുക എന്ന കേരളത്തിന്റെ നവോത്ഥാനത്തോട് ചേർന്നു നടന്ന കാലം, സംഘടിക്കുമ്പോൾ മാത്രമാണ് കർഷകന്, അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവന്, അനീതി മാത്രമെന്നും കൂട്ടായിരുന്നവന് ശക്തിയുണ്ടാവുക എന്ന് കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൽ അണിനിരന്ന ആയിരക്കണക്കിന് കർഷകരെ നേരിട്ട് ബോധിപ്പിച്ച കാലം. ആ കാലത്തൊക്കെ വി എസിന് ആശയവുമായിരുന്നത് ആ ചെങ്കൊടി തന്നെയാണ്. നേരത്തെ അഭിലാഷ് മോഹൻ പറഞ്ഞതുപോലെ 35ാമത്തെ വയസ്സിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി മാറിയ രാഷ്ട്രീയ ചരിത്രമുണ്ട് വി എസിന്. പുന്നപ്ര വയലാർ സമരവും കൊടിയ മർദ്ദനവും ലോക്കപ്പിലെ അതിജീവനവും എല്ലാം കഴിയുമ്പോൾ വി എസിന് 28 വയസ്സാണ് പ്രായം. അതിനിടയിൽ അദ്ദേഹം ജീവിച്ചു തീർത്തത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ആദർശബോധത്തോടെ സ്വപ്നം കാണാൻ കഴിയുന്ന ജീവിതമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരെ രാജ്യദ്രോഹികളായി ഭരണകൂടം കണ്ട കാലമുണ്ട്. മർദ്ദനം മാത്രമാണ് അവരോട് സംസാരിക്കാനുള്ള ഏക ഭാഷ എന്ന് ജന്മികളും അവർക്ക് കുടപിടിച്ച സർക്കാരും കണ്ടിരുന്ന കാലമുണ്ട്. 100 പേരെ പിടിച്ചാൽ 6 പേർ മതി ബാക്കി എന്ന ദിവാന്റെ തിട്ടൂരത്തിന് സ്വന്തം ബൂട്ടും ലാത്തിയും തോക്കും വയണറ്റും ആയുധമാക്കിയവരുണ്ട്, സേനയുണ്ട്. പക്ഷേ അവരോടെല്ലാം പോരാടാൻ വി എസിന് എന്നും ആർജവമായിരുന്നത് സഖാക്കളാണ്, അവരുടെ കണ്ണീരാണ്, അവരുടെ പോരാട്ട വീര്യമാണ്. വി എസ് ഒന്ന് വിളിച്ചാൽ സ്വന്തം കുടിലിൽ നിന്ന് ഏത് പോരാട്ടത്തിനും ജീവൻ കൊടുത്തും ഇറങ്ങി വരാൻ കഴിയുന്ന അണികളെ സ്വന്തമാക്കിയ രാഷ്ട്രീയ ചരിത്രം അഭിമാനത്തോടെ കേരളം എക്കാലവും ഓർത്തുവെക്കും. ആ ചരിത്രത്തിനാണ് കേരളം ഇന്ന് യാത്ര പറയുന്നത്. AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് അല്പസമയം മുമ്പാണ് വി എസ് അച്യുതാനന്ദനെയും വഹിച്ചുള്ള ആംബുലൻസ് എത്തിയത്. AKG സെന്ററിനുള്ളിലേക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം കടന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അവിടെയുണ്ട്. രാത്രി തിരുവനന്തപുരത്തെ വീട്ടിലായിരിക്കും ഉണ്ടാവുക. നാളെ രാവിലെ 9 മണിക്ക് ദർബാർ ഹാളിൽ പൊതുദർശനം. ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലേക്ക്, രാത്രി വീട്ടിലെത്തിക്കും. ബുധനാഴ്ച രാവിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം. ഉച്ചയ്ക്ക് ശേഷം വലിയ ചുടുകാട്ടിൽ സംസ്കാരം എന്നിങ്ങനെയാണ് ഔദ്യോഗിക ക്രമീകരണം.